السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته فلا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. المال والبنون زينة الحياة الدنيا والباقيات الصالحات خير عند ربك ثوابا وخير أملا. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും പാലിക്കുകയും അള്ളാഹു നിഷിദ്ധമാക്കിയിട്ടുള്ള, ഹറാമാക്കിയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുകയും ചെയ്തുകൊണ്ട് അവൻ്റെ നിയമങ്ങൾ അനുസരിക്കുന്ന, പിന്തുടരുന്ന സത്യവിശ്വാസികളായി, മുഅ്മിനീങ്ങളായി, മുത്തഖീങ്ങളായി ജീവിതം നയിക്കണമേ എന്നുള്ള മിമ്പറിൻ്റെ വസിയ്യത്ത്, ഉത്ബോധനം ഓരോരുത്തരെയും ഉത്ബോധിപ്പിക്കുകയാണ്, ഉപദേശിക്കുകയാണ്. നമ്മുടെ മക്കൾക്ക് മധ്യവേനൽ അവധി ആരംഭിച്ചു കഴിഞ്ഞ അവസരത്തിലാണ് നമ്മളുള്ളത്. ഈ സന്ദർഭത്തിൽ അവധിക്കാലത്ത് രക്ഷിതാക്കളും മക്കളുമൊക്കെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇന്നിവിടെ ഉണർത്തുന്നത്. നമുക്കറിയാം, ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ സമ്പാദ്യം, അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യമെന്ന് പറഞ്ഞാൽ അവൻ്റെ മക്കളാണ്. അവൻ്റെ മക്കളാണ് അവൻ്റെ സമ്പാദ്യം. പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹു മനുഷ്യന് നൽകിയ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് സ്വാലിഹായ മക്കളെ ലഭിക്കുക എന്നുള്ളത്. മക്കൾ നമ്മുടെ കരളിൻ്റെ കഷ്ണങ്ങളാണ്. നാം ഇവിടെ ജീവിച്ചു എന്നുള്ളതിൻ്റെ അടയാളങ്ങളാണ്. ഭൗതിക ലോകത്തിൻ്റെ അലങ്കാരവും കൺകുളിർമയും നൽകുന്നവരാണ് മക്കൾ. അൽമാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയാ. മക്കളും ധനവുമൊക്കെ ഭൗതിക ലോകത്തിൻ്റെ അലങ്കാരങ്ങളാണ്. എന്നാൽ വൽ ബാഖിയാത്തു സ്വാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വ ഖൈറുൻ അമലാ. വൽ ബാഖിയാത്തു, അനശ്വരമായി പരലോകത്ത് പ്രയോജനപ്പെടുന്നത്, ഖൈറുൻ ഇൻദ റബ്ബിക സവാബ, അള്ളാഹുവിൻ്റെ അടുക്കൽ അവൽ ബാഖിയാത്തു സ്വാലിഹാത്തു, സൽക്കർമ്മങ്ങളാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രയോജനപ്പെടുന്ന പ്രവർത്തനങ്ങൾ. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ എന്നെന്നും അവശേഷിക്കുന്നതും അവൻ്റെ ബാക്കിയാവുന്നതും അവൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് ചെയ്യുന്ന നല്ല കർമ്മങ്ങളാണ്. അതാണ് ഉത്തമ പ്രതിഫലം ലഭിക്കുന്നതും അവൻ്റെ പ്രതീക്ഷയ്ക്ക് വക നൽകുന്നതും അവൻ്റെ പ്രവർത്തനങ്ങളാണ് എന്നാണ്. അപ്പോൾ മക്കൾ നമ്മളെ ഭാവിയുടെ പ്രതീക്ഷകളാണ്. ഭാവിയിൽ നമ്മൾ രോഗിയാകുമ്പോൾ, അവശരാകുമ്പോൾ നമുക്കുള്ള താങ്ങും തണലുമാണ് മക്കൾ. അവരുടെ സഹവാസം എന്നുള്ളത് നമ്മുടെ ജീവിതത്തിന് ഉല്ലാസം നൽകുന്നതാണ്, ആനന്ദം നൽകുന്നതാണ്. മക്കളില്ലാത്തവർക്കാണ് മക്കളുടെ വില മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച രണ്ട് പ്രവാചകന്മാരുടെ കഥ
വിശുദ്ധ ഖുർആൻ എടുത്തു പറയുന്നുണ്ട്. 80 വയസ്സായിട്ടും മക്കളെ ലഭിക്കാത്ത ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പ്രാർത്ഥന, റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ, പടച്ചവനെ എനിക്കിനി സ്വാലിഹായ സന്താനത്തെ നൽകണമേ. സക്കരിയ നബി പ്രാർത്ഥിക്കുന്നുണ്ട്. സൂറത്ത് ആൽ ഇംറാനിൽ കാണാം, റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയതൻ ത്വയ്യിബ ഇന്നക സമീഉദ് ദുആ, പടച്ചവനെ നല്ലൊരു സന്താനത്തെ എനിക്കിനി നൽകണമേ, നീ എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നവരാണല്ലോ. ഈ രണ്ട് പ്രാർത്ഥനയും ശ്രദ്ധിച്ചാൽ നമുക്കറിയാം, രണ്ടിലും പറയുന്നത് സാലിഹായ നല്ല സന്താനങ്ങൾ ലഭിക്കണേ, മക്കളെ ലഭിക്കണം എന്നല്ല പറഞ്ഞത്. ഏതെങ്കിലും മക്കൾ ലഭിച്ചിട്ട് കാര്യമില്ല, സാലിഹായ സന്താനങ്ങളെ ലഭിക്കണം എന്ന് പറയുമ്പോൾ സന്താനങ്ങൾ സ്വാലിഹാകുക, നല്ലവരാകുക, ദുർരിയത്തും ത്വയ്യിബത്തൻ ആവുക എന്നുള്ളത് ഇതിൽ വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ഒരു സുപ്രധാന വിഷയമാണ് മക്കൾ നമുക്ക് ഉപകാരപ്പെടുന്ന സ്വാലിഹായ മക്കളാവുക എന്നുള്ളത്. അതിന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. മക്കൾ സ്വാലിഹാവണമെങ്കിൽ, നമ്മൾ പറയുന്നത് കേൾക്കുന്ന മക്കളാവണമെങ്കിൽ നമ്മൾ ആദ്യമേ തന്നെ അവരെ വളർത്തിക്കൊണ്ടുവരുന്ന വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും നമ്മൾ വളരെ ശക്തമായ ഇടപെടലുകൾ നടത്തി അവരെ നേരായ സന്മാർഗത്തിൻ്റെ, സത്യത്തിൻ്റെ, ദീനിൻ്റെ മാർഗത്തിലേക്ക് അവരെ കൊണ്ടുവരണമെന്നാണ്. മതകാര്യങ്ങളും നല്ല അദബുകളും മര്യാദകളും അവർക്ക് കൊടുത്തുകൊണ്ട് അവരെ നമ്മൾ വളർത്തണം. രക്ഷിതാക്കളിൽ നിന്ന് കുട്ടികൾ പഠിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് അല്ലേ? അതിഥിയെ സ്വീകരിക്കൽ, ഭക്ഷണത്തിൽ എങ്ങനെയാണ് മര്യാദ കാണിക്കേണ്ടത്, നമസ്കാരം, ഇതൊക്കെ രക്ഷിതാക്കളിൽ നിന്ന് കുട്ടികൾ പഠിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സംരക്ഷണയിലുണ്ടായിരുന്ന ഉമർ ഇബ്നു അബൂ സൽമ തൻ്റെ കൂടെ ഭക്ഷണം കഴിച്ചപ്പോൾ പ്രവാചകൻ അവർ മാതൃകയായി പറഞ്ഞു കൊടുക്കുന്നുണ്ട്, യാ ബുനയ്യ കുൽ മിമ്മ യലീക, നീ പ്ലേറ്റിലുള്ളതെല്ലാം തന്നെ എടുക്കാൻ വേണ്ടി ശ്രമിക്കരുത്. ഡൈനിങ് ടേബിളിലുള്ള എല്ലാം കൂടി വാരി വരച്ച് തിന്നാൻ ശ്രമിക്കരുത്. നിൻ്റെ അടുത്തുള്ളത് തിന്നുക. ഒക്കുൽ ബി യമീനിക്ക, നിൻ്റെ വലത് കൈ തിന്നുക. ഒതുക്കുൽ ഇസ്മല്ലാഹി അലൈഹി, ഭക്ഷണം കഴിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിക്കണം. ഇതൊക്കെ ആ നബിയുടെ സംരക്ഷണത്തിലുള്ള ഉമർ ഇബ്നു അബൂ സൽമയെ റസൂലുള്ളാഹി പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അതുപോലെ തന്നെ മുആവിയ, ഉമവി ഖലീഫയായ മുആവിയയുടെ സഹോദരൻ ഉത്ബത്ത് ഇബ്നു അബൂ സുഫിയാൻ പറയുന്നുണ്ട്, അദ്ദേഹം പറയുന്നൊരു ഉപദേശം നമുക്ക് കാണാം, ലിയകുൽ അവ്വലു ഇസ്ലാഹിക ലിവലദിക ഇസ്ലാഹിക ലിനഫ്സിക. കുട്ടികളോട് നമ്മൾ നല്ലത് കൽപ്പിക്കാൻ പറയുമ്പോൾ നമ്മൾ മക്കൾക്ക് മാതൃകയാവണം എന്നുള്ളതാണ്. നീ നിൻ്റെ മക്കളെ നന്നാക്കാൻ പരിശ്രമിക്കുമ്പോൾ ആദ്യം നീ നന്നാവണം. ലിയകുൻ അവ്വലു ഇസ്ലാഹിക ലിവലദിക ഇസ്ലാഹിക ലിനഫ്സിക, നീ നന്നാവണം. കാരണം ഫൈന ഒയൂനഹും മൗഖൂദത്തും ബിക, അവരുടെ കണ്ണുകൾ നിന്നിലാണ്, എപ്പോഴും സദാ നിന്നെ വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഫല്ലസന ഇന്ദഹും മാസനായിത്ത, നീ എന്താണോ നല്ലത് പ്രവർത്തിക്കുന്നത് അത് നല്ലതായിട്ടാണ് അവർ കാണുന്നത്. നീ എന്താണോ മോശമായത് ഉപേക്ഷിക്കുന്നത് അത് മോശമായിട്ടാണ് അവർ കാണുന്നത്. പ്രത്യേകിച്ചും അധ്യാപകന്മാരാകുമ്പോൾ അധ്യാപകന്മാരെ പിന്തുടരുകയാണ് മക്കൾ ചെയ്യുന്നത്, മാതാപിതാക്കളെ പിന്തുടരുകയാണ് മക്കൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിൽ നിന്ന് കുറേ നല്ല ശീലങ്ങൾ കുട്ടികൾ പഠിക്കണം. നമ്മൾ ശ്രദ്ധിക്കണം. പ്രത്യേകം നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് ചെറുപ്പത്തിലേ വളർത്തണം. ചെറുപ്പകാലങ്ങളിൽ കുട്ടികൾ നമ്മൾ പറഞ്ഞതനുസരിക്കും. വലിപ്പത്തിലും അനുസരിക്കണമെങ്കിൽ അവരെ വളർച്ചയിൽ അവരുടെ തർബീയത്തിൽ, അവരുടെ പരിപാലനത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കുറേ ശീലങ്ങൾ അവരിൽ നമ്മൾ വളർത്തിയെടുക്കണം. ധർമ്മശീലം, ദാനധർമ്മശീലം. നമ്മളൊരാൾക്ക് എന്തെങ്കിലും സദക്ക കൊടുക്കുകയാണെങ്കിൽ കുട്ടികളെ കൊണ്ട് കൊടുപ്പിക്കുക. മോനേതാ പാവപ്പെട്ടവന് കൊടുക്കും, ആ ഫക്കീറിന് കൊടുക്ക്, ആ മിസ്കീന് കൊടുക്കുക എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇവരൊക്കെ സഹായിക്കണം എന്നുള്ള ഒരു മനസ്ഥിതി അവനുണ്ടാവണം. അതുപോലെ സത്യസന്ധത, കരാർ പാലനം, വലിയവരെ ആദരിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ രക്ഷിതാക്കളിൽ നിന്ന് കുട്ടികൾ മാതൃകയായി പഠിക്കണം. ഇന്ന് നമ്മുടെ മക്കൾക്ക് ലഭിക്കുന്ന ദീനീ പഠനം വളരെ പരിമിതമാണ്. ഒരു ദിവസത്തിലൊരു മണിക്കൂർ, അത് തന്നെ ഒരു 4ഓ 5ഓ ക്ലാസ് വരെ പഠിച്ചാൽ മദ്രസ പഠനം നിർത്തുകയാണ്. അങ്ങനെയുള്ള മക്കൾക്ക് അതിനുള്ളൊരു പരിഹാരം ഈ വെക്കേഷൻ കാലഘട്ടത്തിൽ നമുക്ക് നൽകാവുന്നതാണ്. മോറൽ സ്കൂളും സമ്മർ ക്യാമ്പുകളുമൊക്കെ അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തണം. അങ്ങനെ കുട്ടികൾക്ക് മതധാർമ്മിക മൂല്യങ്ങൾ അവരിൽ വളർത്തിയെടുക്കാൻ ചെറുപ്പത്തിലേ നമ്മൾ ശ്രദ്ധിക്കണം. മഹാനായ പണ്ഡിതൻ ഹംബലി പണ്ഡിതൻ ഇബ്നുൽ ജൗസി പറയുന്നുണ്ട്, വഖദ് കാന സലഫു ഇദാ നശഅ ലി അഹദിഹിം വലദ്,
സലഫു സാലിഹീങ്ങളായ ആളുകൾ അവരിൽ കുട്ടികൾ ഉണ്ടായാൽ അവർ കുട്ടികൾക്ക് ആദ്യ ചെറുപ്പത്തിലെ തന്നെ ഖുർആൻ ബൈഹാർട്ടാക്കാനാണ് അവർ ശ്രമിക്കാറ്. അതേമാതിരി റസൂലുള്ളാഹിൻ്റെ ഹദീസ് പഠിപ്പിക്കും. ഇത്തരം മതപരമായ കാര്യങ്ങൾ പഠിപ്പിക്കുമ്പോൾ അവരുടെ ഹൃദയങ്ങളിൽ ഈമാൻ രൂഢമൂലമാകുമെന്നാണ്. പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാലഘട്ടം എന്ന് പറയുമ്പോൾ ടീനേജ് കാലഘട്ടം, 13 മുതൽ 19 വയസ്സ് വരെയുള്ള കാലഘട്ടം, 7ാം ക്ലാസ് മുതൽ ഡിഗ്രി ഫസ്റ്റ് ഇയർ വരെയുള്ള ഒരു കാലഘട്ടം. ആ കാലഘട്ടം കൗമാര കാലഘട്ടമാണ്. കുട്ടികളെ ഏതു രൂപത്തിലേക്കും അവരെ വഴിതിരിച്ചു വിടാൻ സാധിക്കുന്ന ഒരു കാലഘട്ടമാണ്. എന്തും ചെയ്യാൻ മടി കാണിക്കാത്ത ചോരത്തിളപ്പുള്ള കാലഘട്ടം. ഗ്രൂപ്പുകളാവാനും കൂട്ടുകൂടുവാനോ കുട്ടികൾ ഇഷ്ടപ്പെടുന്ന കാലഘട്ടം. മാതാപിതാക്കളിൽ നിന്ന് അല്പം അകന്ന് അവൻ്റെ കൂട്ടുകാരുമായി കൂടുതൽ അടുക്കുന്ന ഒരു കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിൽ അവന് ആരാണോ കൂട്ടുകൂടുന്നത്, അവൻ ആരാണോ ചൂഷണം ചെയ്യാൻ ശ്രമിക്കുന്നത്, അവരുടെ ഗ്രൂപ്പിൽ അവനാവും. ഇപ്പം നമ്മൾ കോളേജിലും സ്കൂളിലൊക്കെ പറഞ്ഞേക്കുമ്പോൾ അവിടെ വിവിധതരം ഗ്രൂപ്പുകളുണ്ട്. രാഷ്ട്രീയ ഗ്രൂപ്പുകളുണ്ട്, അതുപോലെ തന്നെ മയക്കുമരുന്ന് ലഹരി ഗ്രൂപ്പുകളുണ്ട്, അതുപോലെ തീവ്രവാദ ഗ്രൂപ്പുകളുണ്ട്. അതിലൊക്കെ കുട്ടികൾ അവരെ വശീകരിക്കാൻ പറ്റുന്നൊരവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അയക്കുന്ന കലാലയത്തെക്കുറിച്ച് വ്യക്തമായൊരു ബോധം നമുക്കുണ്ടാവണം. അങ്ങനെ കുട്ടികൾക്ക് മതബോധം കിട്ടാതെ പോയാൽ അവർ വഴിതെറ്റിപ്പോവാൻ സാധ്യതയുണ്ട്. നമ്മുടെ സംരക്ഷണത്തിൽ നിന്ന് കുട്ടികൾ മാറിപ്പോവാൻ സാധ്യതയുണ്ട്. അത്തരം കുട്ടികളെ അത്തരം ഒരു അവസ്ഥയെക്കുറിച്ച് സൂറത്ത് അഹ്കാഫിൽ അല്ലാഹ് പറയുന്നുണ്ട്. വല്ലദീ ഖാല ലിവാലിദൈഹി ഉഫ്ഫിൻ ലകുമാ അതഇദാനിനി അൻ ഉഖ്റജ്. ഒരു മകൻ ഉപ്പയോട് പറയുകയാണ്, മാതാപിതാക്കളോട് പറയുകയാണ്, നിങ്ങളെന്നോട് മരണത്തിന് ശേഷം ഞാൻ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്നാണോ പറയുന്നത്? ആ വാദം അംഗീകരിക്കാൻ ഞാൻ തയ്യാറല്ല. ഇന്നത്തെ കാലഘട്ടത്തിനത് യോജിച്ചതല്ല. ഞാൻ ന്യൂ ജനറേഷനിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് അത്തരം നിങ്ങളുടെ പഴഞ്ചൻ വാദഗതികൾ ഞാൻ അംഗീകരിക്കുകയില്ല. വഖദ് ഖലത്തുൽ ഖുറൂനു മിൻ ഖബ്ലി. എൻ്റെ മുമ്പ് ഒരുപാട് നൂറ്റാണ്ടുകളും ആളുകളും കഴിഞ്ഞു പോയിട്ടുണ്ട്, അവരൊന്നും തിരിച്ചു വന്നിട്ടില്ല. ഇത് കേട്ടപ്പോൾ മാതാപിതാക്കൾ അള്ളാഹുവിനോട് സഹായം തേടുകയാണ്. വഹുമാ യസ്തഗീസാനില്ലാഹ വൈലക ആമിൻ. അവർ അള്ളാഹുവിനോട് സഹായം തേടുകയാണ്. പടച്ചോനെ, എൻ്റെ മകൻ ഈ രൂപത്തിലായിപ്പോയല്ലോ, ഇങ്ങനെയുള്ള മകനെയാണല്ലോ പടച്ചോനെ എനിക്കിനി തന്നത്. അവർ വീണ്ടും ഉപദേശിക്കുകയാണ്, മോനെ നീ വിശ്വസിക്ക്, ഇന്ന വഅദല്ലാഹി ഹഖ്. ഇത് അള്ളാഹുവിൻ്റെ കരാറ്, അത് സത്യമാണ്, അത് സത്യമായി പുലരും, ഇത് അസത്യമല്ല എന്ന് മക്കളെ മാതാപിതാക്കൾ വീണ്ടും ഉപദേശിക്കുമ്പോൾ അവൻ പറയുന്നത് വയഖൂല മാ ഹാദാ ഇല്ലാ അസാതീറുൽ അവ്വലീൻ. ഇത് പഴഞ്ചന്മാരായ പൂർവികന്മാരായ ആളുകൾ പറയുന്ന മതവിശ്വാസമാണ്, അത് സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറാവുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് തർക്കങ്ങളും കുതർക്കങ്ങളും പറയുന്ന മക്കളെക്കുറിച്ച് ഖുർആൻ നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അവൻ്റെ വലുത് അവൻ്റെ ഫ്രണ്ട്സും അവൻ്റെ ഗ്രൂപ്പും അവരുടെ കൂടെ കൂടുതൽ സമയം ചെലവഴിക്കലും പതിവാതിൽ തന്നെ സ്മാർട്ട് ഫോണും 2 വീലറുമായി കറങ്ങി നടക്കലും ഇതൊക്കെയാണ് അവൻ്റെ ആ ഒരു ഹരം. ആ പ്രായത്തിന് അവരുടെ തെറ്റുകളെ അവൻ ന്യായീകരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ കുട്ടികൾ ഞാൻ ഫ്രണ്ട്സിൻ്റെ കൂടെ പോവുകയാണ് എന്ന് പറയുമ്പോൾ ആരാണ് അവൻ്റെ ഫ്രണ്ട്സ്, എങ്ങനെയുള്ള ഫ്രണ്ട്സാണ്? നമ്മൾ അയക്കുന്ന സ്ഥാപനത്തിൽ കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനങ്ങൾ സന്ദർശിച്ചുകൊണ്ട് കുട്ടികളുടെ അവസ്ഥ എന്താണ് എന്ന് അറിയേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. പ്രവാചകൻ അത് വ്യക്തമായി പറയുന്നുണ്ട്. അൽ മർഉ അലാ ദീനി ഖലീലിഹി. ഒരു വ്യക്തിയെ നമ്മൾ ഗണിക്കുക, അളക്കുക, അവൻ്റെ മൂല്യനിർണ്ണയം നടത്തൽ അവൻ്റെ സുഹൃത്തുക്കളെ നോക്കിയിട്ടാണ്. അതുകൊണ്ട് ഓരോരുത്തരും ഏത് സുഹൃത്തുക്കളുമായിട്ട് അവൻ സഹവസിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം, അല്ലേ? അതുകൊണ്ട് മക്കളുടെ കൂട്ടുകാരാരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇന്നിപ്പം എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിലും കൂട്ടുകാരുണ്ട്. ഫേസ്ബുക്ക്, വാട്സപ്പ് തുടങ്ങിയ സുഹൃത്തുക്കൾ, അതിലെ ചാറ്റ് റൂമിൽ അവരെ ചാറ്റ് ചെയ്യുന്ന ആളുകൾ, അതൊക്കെ ചീത്ത കൂട്ടുകെട്ടിൻ്റെ ദൂഷ്യവശങ്ങൾ കുട്ടികളെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി അതിൽ നിന്നും പിന്തിരിപ്പിക്കുവാൻ സൗമ്യമായുള്ള ഉപദേശമാണ് ഈ സന്ദർഭത്തിൽ ഉണ്ടാവേണ്ടത്. അവിടെ ശക്തമായ ഉപദേശങ്ങൾ ചിലപ്പോൾ ഫലവത്തായി എന്ന് വരില്ല. ഈ കൂട്ടുകെട്ടും ഈ സുഹൃബന്ധമൊന്നും എക്കാലവും നിലനിൽക്കുകയില്ല. അതൊന്നും നീണ്ടു നിന്ന് പോകുന്നതല്ല, അത് എപ്പോഴും തകർന്നു പോകാൻ. ശത്രുക്കളായി മാറുന്ന സുഹൃത്തുക്കളുണ്ടാവും.
സുഹൃത്തുക്കൾ നമ്മുടെ ശത്രുക്കളായി മാറും പരലോകത്ത് ചെല്ലുമ്പോൾ. ഇല്ലൽ മുത്തഖീൻ, മുത്തഖീങ്ങൾ ഒഴിച്ച് എന്നാണ് അല്ലേ. ചില സുഹൃത്തുക്കൾ, മോശമായ സുഹൃത്തുക്കളെ കൂടിയിട്ട് തെറ്റിപ്പോയ ആളുകൾ പരലോകത്ത് വിരൽ കടിക്കുന്നതിനെക്കുറിച്ച് സൂറത്ത് ഫുർഖാനിൽ പറയുന്നുണ്ട്. അവൻ പറയുന്നത് യാ ലൈതനീ ഇത്തഖദ്തു മഅർ റസൂലി സബീലാ യാ വൈലതാ ലൈതനീ ലം അത്തഖിദ് ഫുലാനൻ ഖലീല. ഇന്ന ആളെ ഞാൻ സുഹൃത്തായി തിരഞ്ഞെടുത്തിട്ടില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അള്ളാഹിൻ്റെ റസൂലിൻ്റെ കൂടെ ഞാനൊരു മാർഗം കണ്ടെത്തിയിരുന്നുവെങ്കിൽ, ആ മാർഗം നാം സ്വീകരിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. ഇങ്ങനെ കൂട്ടുകെട്ടുകൾ ശ്രദ്ധിക്കാനുള്ള ഉപദേശങ്ങൾ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കണം എന്നാണ്. ചീത്ത കൂട്ടുകെട്ടിൻ്റെ ദൂഷ്യമാരെ മനസ്സിലാക്കി കൊടുക്കണം, നന്മയിലേക്ക് അവരെ വഴി നടത്തണം. ഇവിടെയാണ് മാതാപിതാക്കളും അധ്യാപകരും വളരെ ജാഗരൂകരായിട്ട് ഈ ടീനേജ് പ്രായത്തിലുള്ള കുട്ടികൾക്ക് ഉപദേശങ്ങൾ നൽകി ധർമ്മത്തിൻ്റെ, സത്യത്തിൻ്റെ, മൂല്യങ്ങളുടെ പാതയിലേക്ക് അവരെ കൊണ്ടുവരണം. അതിന് ഒന്നാമതായി നൽകേണ്ടത് മതബോധവും അള്ളാഹുവിനെക്കുറിച്ചുള്ള ചിന്തയും അവരിൽ ഉണ്ടാക്കിയെടുക്കണം എന്നാണ്. ഏത് സുഹൃത്തുക്കളുമായി കൂട്ടുകൂടിയാലും, ഏത് കോളേജിൽ പഠിച്ചാലും ഇസ്ലാമിൻ്റെതായ വ്യക്തിത്വവും ഇസ്ലാമിൻ്റെ വ്യതിരക്തയും കാത്തു സൂക്ഷിക്കുവാൻ ഉള്ള കരുത്ത് നമ്മുടെ മക്കൾക്ക് നമ്മൾ നൽകണം. അങ്ങനെയുള്ളൊരു ഈമാൻ അവർക്കുണ്ടായാൽ പിന്നെ ഏത് സുഹൃത്തുക്കളുണ്ടായാലും അവർ വഴിതെറ്റിക്കുവാൻ സാധിക്കുകയില്ല. അള്ളാഹുവിനെക്കുറിച്ചുള്ള ചിന്ത അവരിൽ ഉണ്ടാവണം. ഏത് സന്ദർഭത്തിലും എന്നെ വീക്ഷിക്കുന്നവർ അള്ളാഹു ഉണ്ട് എന്നുള്ള ചിന്ത അവർക്കുണ്ടാവണം. അള്ളാഹു അറിയാതെ ഈ ലോകത്ത് ഒന്നും സംഭവിക്കുകയില്ല അല്ലേ. ആരും അറിയാതെ നമ്മൾ മാത്രം റൂമിൽ ഒറ്റയ്ക്കിരുന്നു കൊണ്ട് അങ്ങകലെയുള്ള ഒരു സോഷ്യൽ മീഡിയ ഫ്രണ്ടിനോട് അനാവശ്യമായി അശ്ലീലമായി നമ്മൾ ചാറ്റ് ചെയ്യുന്നെങ്കിൽ പടച്ചവൻ അതറിയും. വയഅലമു മാ ഫിൽ ബർരി വൽ ബഹർ വമാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹാ. അല്ലാഹു മാഫിൽ ബർരി വൽ ബഹർ, കടലിലുള്ളതും കരയിലുള്ളതുമായ സർവ്വ വസ്തുക്കളെക്കുറിച്ചും അള്ളാഹ് അറിയുന്നുണ്ട്. ഒരു ഇല താഴോട്ട് വീഴുമ്പോൾ അത് അള്ളാഹു അറിയുന്നുണ്ട്. രാത്രിയുടെ അന്ധകാരത്തിൽ സംഭവിക്കുന്ന നിസ്സാരമായ കാര്യങ്ങൾ അള്ളാഹു അറിയുന്നുണ്ട്. അള്ളാഹുവിനെ മറച്ചു വെച്ചുകൊണ്ട് ഈ ഭൗതിക ലോകത്ത് ഒന്നും നമുക്ക് ചെയ്യാൻ കഴിയുകയില്ല എന്നുള്ള ബോധം കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ വെക്കേഷൻ കാലത്ത് മാതാപിതാക്കളുടെ സാമീപ്യം കുട്ടികൾക്ക് ലഭിക്കണം. വെറും സമ്മർ ക്യാമ്പും റിലീജിയസ് സ്കൂളും മാത്രമായിട്ടല്ല, കുട്ടികളും രക്ഷിതാക്കളും തമ്മിലുള്ള ഒരു ഇൻറ്ററാക്ഷൻ വളരെ കൃത്യമായിട്ട് ഈ വെക്കേഷൻ കാലഘട്ടത്തിൽ. കാരണം ബാക്കിയുള്ള കാലഘട്ടങ്ങളിൽ കുട്ടികൾ സ്കൂളിൽ പോവുകയാണ്, അവർക്ക് പഠിക്കാനുണ്ട്, എന്നും ഒരു റൊട്ടേഷൻ ആണ്. അപ്പം അത്ര അധികം ചിലപ്പോൾ ജോലിയൊക്കെ ഉള്ള രക്ഷിതാക്കളുടെ പിതാവിന് മക്കളുമായി ഇടപഴകാൻ അവസരമില്ല. അതിനുള്ളൊരു പരിഹാരമാണ് ഈ വെക്കേഷനിൽ മാതാപിതാക്കൾ കുട്ടികളുടെ കൂടെ ചിലവഴിക്കുക. എത്ര തിരക്കുള്ള ജോലിയുള്ള പിതാവാണെങ്കിലും ശരി, അദ്ദേഹം അതിൽ നിന്നും കുറച്ച് ലീവ് എടുത്തിട്ട് ഈ വെക്കേഷനിൽ കുട്ടികളെ കൂടെ അവൻ ചിലവഴിക്കണം. അവരെയും കൊണ്ട് ഒരു ടൂർ പോകണം. പ്രകൃതി രമണീയമായ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പുകൾ, വ്യത്യസ്തമായ സ്ഥലങ്ങൾ സന്ദർശിക്കുമ്പോൾ അവിടുത്തെ മനോഹരത അതൊക്കെ പിന്നിൽ അള്ളാഹുവാണെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കണം. വ്യത്യസ്ത സ്ഥലങ്ങൾ, വ്യത്യസ്ത ജനവിഭാഗങ്ങൾ, ഇവരുമായൊക്കെ യാത്രയിൽ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്ത് ദൈവബോധത്തിലേക്ക് ബോധപൂർവം അവരെ കൊണ്ടുവരാൻ നമ്മൾ പരിശ്രമിക്കണം എന്നുള്ളതാണ്. ഖുർആനിൽ പറയുന്നുണ്ട്, ഖുൽ സീറൂ ഫിൽ അർളി ഫൻളുറൂ കൈഫ ബദൽ ഖൽഖ്. നിങ്ങൾ ഭൂമിയിൽ സഞ്ചരിച്ച് നിങ്ങൾ നോക്കണം എങ്ങനെയാണ് സൃഷ്ടിപ്പ് ആരംഭിച്ചിട്ടുള്ളത് എന്ന്. അതുപോലെ തന്നെ നമ്മളെ കുട്ടികൾ, നമ്മുടെ ബന്ധുക്കളെ അറിയണം, അവരുടെ വീട് സന്ദർശിക്കണം. കുട്ടികൾക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, ഫേസ്ബുക്കിൽ വാട്സപ്പിലൊക്കെ ഫ്രണ്ട്സിനെ അറിയാം. ഫുട്ബോൾ ഗ്രൂപ്പുണ്ട്, ക്രിക്കറ്റ് ഗ്രൂപ്പുണ്ട്, അതിലൊക്കെ ഫ്രണ്ട്സിനെ അറിയാം. സ്വന്തം ഉപ്പയുടെയും ഉമ്മയുടെയും മക്കളെ അറിയില്ല, അനിയൻ്റെ മകനെ അറിയില്ല, അല്ലെങ്കിൽ അടുത്ത കുടുംബക്കാരവരറിയില്ല. അതുകൊണ്ട് ഈ വെക്കേഷൻ കാലത്ത് അവരെയും കൂട്ടി നമ്മൾ ബന്ധുവീടുകൾ സന്ദർശിക്കണം. നമ്മൾ ഇന്ന ബന്ധമാണ് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. നമ്മൾ വല്ല കുടുംബ ബന്ധം അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. അതിനൊക്കെ കുറച്ച് സമയം നമ്മൾ കണ്ടെടുത്തണം. വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം. അള്ളാഹനെ നിങ്ങൾ സൂക്ഷിക്കണം, കുടുംബ ബന്ധം നിങ്ങൾ സൂക്ഷിക്കണമെന്ന് പ്രത്യേകമായി ഖുർആൻ പറയുന്നുണ്ട്. ആ ബന്ധങ്ങൾ നമ്മുടെ കാലം കഴിഞ്ഞാൽ കുട്ടികൾ കൊണ്ട് നടക്കണമെങ്കിൽ ആ മക്കൾക്ക് ഈ ബന്ധങ്ങൾ ആരാണെന്ന് മനസ്സിലാക്കി കൊടുക്കണം.
ഇങ്ങനെ മക്കളെ നമ്മുടെ കൂടെ കൂട്ടി ബന്ധങ്ങളും മൂല്യങ്ങളൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ഇഹലോകത്തും പരലോകത്തും മക്കൾ നമുക്ക് കൺകുളിർമ നൽകുന്ന മക്കളായി മാറും. ഈ മക്കളും നമ്മൾ ഒന്നിച്ച് സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകും. ജന്നാത്തു അദ്നി യദ്ഖുലൂനഹാ വമൻ സ്വലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുർരിയാതിഹിം. അനശ്വരമായ സ്വർഗീയ ആരാമങ്ങൾ. ആ ആരാമങ്ങളിൽ ആരാണ് പ്രവേശിക്കുക? മാതാപിതാക്കളിൽ നിന്ന് സുഹൃതം ചെയ്ത ആളുകൾ, സൽക്കർമ്മം ചെയ്ത ആളുകൾ. വദുർരിയാതിഹിം, അവരുടെ സന്താനങ്ങളിൽ നിന്നും സൽക്കർമ്മം ചെയ്ത ആളുകൾ. അപ്പോൾ സൽക്കർമ്മം ചെയ്ത മാതാപിതാക്കളും സൽക്കർമ്മങ്ങൾ ചെയ്ത മക്കളുമൊക്കെ ഒന്നിച്ചൊന്നായി സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ വൽ മലായികത്തു യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബ്, മലക്കുകൾ അവർക്ക് സമാധാനാശംസകൾ അർപ്പിച്ചുകൊണ്ട് എല്ലാ വാതിലൂടെയും പ്രവേശിക്കുകയാണ്. അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആനിൽ മറ്റൊരിടത്ത് പറയുന്നുണ്ട്, ഈ രൂപത്തിൽ അവരുടെ മക്കളുടെ കൂടെ സ്വർഗത്തിൽ അവർക്ക് പ്രവേശിക്കുവാൻ സാധിക്കും എന്നാണ്. വല്ലദീന ആമനു വത്തബഅതുഹും ദുർരിയ്യത്തുഹും ബിഈമാനിഹിം അൽഹഖ്നാ ബിഹിം ദുർരിയ്യത്തുഹും വമാ അലത്നാ മിൻ അമലിഹിം മിൻ ഷൈഇ എന്നാണ്. ഒരാൾ വിശ്വസിക്കുകയും അവരുടെ മക്കളെ വിശ്വാസത്തിൽ അവരെ പിന്തുടരുകയും ചെയ്താൽ അവരുടെ മക്കളെ അവരുമായി നമ്മൾ ചേർക്കും. അവരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് ഒന്നും തന്നെ നാം കുറക്കുകയില്ല എന്നാണ്. അല്ലേ? നമ്മുടെ മരണശേഷം ഇത്തരം മക്കൾ നമ്മുടെ മരണശേഷം നമ്മൾക്ക് വേണ്ടി അവർ പ്രാർത്ഥിക്കും. ഔ വലതുൻ സ്വാലിഹുൻ യദൂൽ, ഒരാൾ മരിച്ചാലാക്കി കിട്ടുന്ന പ്രവർത്തനങ്ങളിൽപ്പെട്ടതാണ് അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കൾ എന്നാണ്. മാത്രമല്ല സ്വർഗത്തിൽ മാതാപിതാക്കൾക്ക് അള്ളാഹു പദവികൾ ഉയർത്തി കൊടുക്കുന്നുണ്ട്, മക്കൾ ചെയ്ത കർമ്മങ്ങൾ കാരണമാണ്. പരലോകത്ത് സ്വർഗത്തിൽ വെച്ച് മാതാപിതാക്കൾക്ക് അൽബസ വാലിദഹു, പിതാവിന് ഖിയാമത്ത് നാളിൽ പ്രകാശത്തിൻ്റെ കിരീടം അള്ളാഹു ധരിപ്പിക്കും. മാതാപിതാക്കൾക്ക് പ്രത്യേകമായ ഒരു പുടവ അള്ളാഹു ധരിപ്പിക്കുന്നുണ്ട്, സ്വർഗീയ പുടവകൾ. അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട്, പടച്ചോനെ ഇത് എന്താണ് നമ്മൾക്ക് മാത്രം ഇങ്ങനെ തരാൻ കാരണം? അപ്പോൾ അള്ളാഹിൻ്റെ മറുപടി ബി അഹദി വലദുകുമാ അൽ ഖുർആൻ, നിങ്ങളെ മക്കളെ ഖുർആൻ പഠിപ്പിച്ചത് കാരണമായിട്ട്, അവർ ഖുർആൻ പാരായണം ചെയ്തത് കാരണമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളാണ്. അപ്പോൾ ഇങ്ങനെയാണ് മക്കളെ നമ്മൾ വളർത്തേണ്ടത്. മക്കളെ മതം പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ അവർ നാളെ പരലോകത്ത് വെച്ച് നമ്മൾക്കെതിരിൽ സാക്ഷി പറയും, ഈ മാതാപിതാക്കളാണ് ഞങ്ങളെ തെറ്റിൻ്റെ കാരണക്കാർ. ഇങ്ങനെ ഒരു ധാർമ്മിക ബോധവും മതചിന്തയുമൊന്നും ഞങ്ങളിൽ ഉണ്ടാക്കാൻ അവർ പരിശ്രമിച്ചിട്ടില്ല എന്ന് പറയും. ഖുർആൻ പറയുന്നുണ്ടല്ലോ, ഇന്ന മിൻ അസ്വാജിക്കും വൗലാദിക്കും അദുവ്വൻ ലക്കും, നിങ്ങളുടെ മക്കളിലും ഭാര്യമാരിലൊക്കെ ശത്രുക്കളുണ്ട് എന്ന്. ഇങ്ങനെ ശത്രുക്കളായി മക്കൾ മാറുന്ന അവസ്ഥ ഉണ്ടാകുമെന്നാണ്. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ പ്രദേശത്ത് വിദ്യാർത്ഥികൾക്ക് വേണ്ടി നടത്തപ്പെടുന്ന സമ്മർ ക്യാമ്പുകളും മോറൽ സ്കൂളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നമ്മളെ കുട്ടികളെ പങ്കെടുപ്പിക്കുക. അതൊരു 10 ദിവസം 15 ദിവസം ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ അതിനുശേഷം മക്കൾ നമ്മുടെ കൂടെ ഉണ്ടാവുക, അവരുടെ സ്നേഹം അവർക്ക് കൊടുക്കുക, അവരുടെ കൂടെ നമ്മൾ വിനോദയാത്ര പോവുക. ആ മക്കളെ ടീനേജ് പ്രായത്തിൽ പ്രത്യേകിച്ചും കൂട്ടുകാരെ മാതിരി പരിഗണിക്കുക, അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുക, അവരുടെ എല്ലാ രഹസ്യങ്ങളും നമ്മളോട് പറയാൻ, പ്രത്യേകിച്ച് ഉമ്മമാരോട് പറയുവാൻ അവർക്ക് സ്വാതന്ത്ര്യം നൽകുക. അവർക്ക് നമ്മൾ മാതൃകയാവുക, നമ്മൾ പറയുന്നതിന് നമ്മൾ മാതൃകയാണ്, നമ്മളെ ചെയ്ത് കാണിച്ചു കൊടുക്കുക. ഇസ്ലാമിൻ്റെ മര്യാദകളും അതേമാതിരി അദബുകളുമൊക്കെ കുട്ടികൾ നമ്മളിലൂടെ പഠിക്കണം. അതുപോലെ തന്നെ അവൻ്റെ കൂട്ടുകാരെ നമ്മൾ അറിയണം, അവർ പഠിക്കുന്ന സ്ഥാപനങ്ങൾ നമ്മൾ സന്ദർശിക്കണം. മക്കൾ വഴിതെറ്റിപ്പോകുന്നതിനെക്കുറിച്ച് പ്രത്യേകമായി നമ്മൾ ബോധമുണ്ടാവണം. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിക്കുമ്പോൾ അതിന് നിയന്ത്രണം വെക്കാൻ, ഒരു ദിവസം എത്ര മണിക്കൂർ എന്ന് പറഞ്ഞിട്ട് അവന് നിയന്ത്രണം വെക്കാൻ നമുക്ക് സാധിക്കണം. ഇങ്ങനെ നമ്മളെ കഴിയുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുക. അതോടൊപ്പം അള്ളാഹുവിനോട് പ്രത്യേകമായി ദുആ ചെയ്യുക, റബ്ബനാ ഹബ്ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയ്ൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. പടച്ചവനെ, ഞങ്ങൾക്കിനി ഖുർറത അയ്യുൻ, കൺകുളിർമ മക്കളിൽ നിന്ന് നൽകണമേ, ഞങ്ങളെ മുത്തഖീങ്ങൾക്ക് ഇമാമാക്കി മാറ്റണമേ എന്നുള്ള പ്രാർത്ഥനയും നടത്തുക, പ്രവർത്തനവും നടത്തുക. അങ്ങനെ ആകുമ്പോൾ ഒരു പരിധിവരെ നമ്മളെ മക്കളെ നമ്മളെ അണ്ടറിൽ കിട്ടുകയും നമ്മളെ സാലിഹായ മക്കളായി തീരുകയും ചെയ്യുക. അതിന് ഒരു പ്രത്യേകമായ ശ്രദ്ധയും സ്വോദ്ദേശപരമായ പ്രവർത്തനവും ഇല്ലെങ്കിൽ മക്കൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് ആ കാര്യം ഓരോരുത്തരും പ്രത്യേകമായി ശ്രദ്ധിക്കണമെന്ന് ഉണർത്തുകയാണ്. റബ്ബ് തആല നമുക്ക് നമ്മളെ മക്കളെല്ലാം സ്വാലിഹായ സന്താനങ്ങളാക്കി തീർക്കുമാറാവട്ടെ.
അവരിൽ നിന്ന് കൺകുളിർമ നമുക്ക് ലഭിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ولذكر الله أكبر والله يعلم ما تصنعون.